ഹായ് മേരെ പ്യാരെ ബച്ചോ സബ്കോ ആദാബ്. എല്ലാ കൂട്ടുകാർക്കും എജുപോർട്ടിൻ്റെ ഉറുദു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മേരാ നാം മിഥിലാജ് ഹെ. എൻ്റെ പേര് മിഥിലാജ് എന്നാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഷഹീദ് ആസം, മഹാനായ രക്തസാക്ഷി എന്നുള്ളൊരു പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഭഗത് സിംഗിൻ്റെ ജീവിതചരിത്രക്കുറിപ്പാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്നും വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അതായത് ഒരു ഗണ്ണിക നൽകും, അതിൽ നമ്മോട് ഒന്നെങ്കിൽ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ നമ്മോട് പറയും, ഇഷാരകൾ നൽകും. നമുക്ക് എന്താണ് ഇഷാരകൾ, അതൊക്കെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനും ചോദ്യം വരാം. അതുകൊണ്ട് തന്നെ ഭഗത് സിംഗിനെ കുറിച്ച് തന്നിരിക്കുന്ന ഇബാരത്ത് ഔർസെ പഠിയെ, തന്നിരിക്കുന്ന ഈ ഒരു ഖണ്ഡിക കൃത്യമായിട്ട് പഠിക്കുക. അതെന്ന് വെച്ചാൽ നമ്മൾ ഭഗത് സിംഗിൻ്റെ ജീവിത ചരിത്ര കുറിപ്പാണ്. ഇതൊക്കെ എന്നിട്ട് ഇഷാറോ കി മദദ് സെ, സൂചകങ്ങളുടെ മദദ് സെ, സഹായം കൊണ്ട് സവാലാ തയ്യാർ കീജിയെ, ചോദ്യങ്ങൾ തയ്യാറാക്കൂ എന്നാണ്. देखिए, भगत सिंह पंजाब के लायलपुर जिला में 28 सितंबर 1907 ईस्वी को पैदा हुए. ഭഗത് സിംഗ് പഞ്ചാബിലെ ലാൽപൂർ ജില്ലയിലെ, ലാൽപൂർ എന്ന ജില്ലയിലെ, ജില്ല എന്ന് പറഞ്ഞാൽ ജില്ലയിൽ 28 സെപ്റ്റംബർ 28 1907 അദ്ദേഹം പൈദാ ഹുയെ, ജനിച്ചത്. ഓക്കെ, ഇവിടുന്ന് തന്നെ നമുക്ക് ചോദ്യങ്ങൾ വേണമെങ്കിൽ സിമ്പിളാക്കി തയ്യാറാക്കാം അല്ലേ. ഭഗത് സിംഗ് കഹാം പൈദാ ഹുയി, എവിടെയാണ് ഭഗത് സിംഗ് ജനിച്ചത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതൊക്കെ നമുക്ക് വഴിയെ പരിചയപ്പെട്ടോ ചോദ്യങ്ങൾ. ഉൻകെ വാലിദ് കിഷൻ സിംഗ് ഔർ ചച്ച, ചെറിയച്ഛൻ ആസാദി കെ ജംഗ് മേ ഷാമിൽ थे. എന്താണ്, സ്വാതന്ത്ര്യ സമര യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആര്? ഉൻകെ വാലിദ് കിഷൻ സിംഗ്, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരെന്താ? കിഷൻ സിംഗ് എന്നാണ്. അതുപോലെ ചച്ച ആസാദി കി ജംഗ് മേ ഷാമിൽ थे, അദ്ദേഹത്തിന്റെ പിതാവും അതുപോലെ ചച്ചയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാതന്ത്ര്യ സമര യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഭഗത് സിംഗ് കെ ഇൻഗ്ലാബി ദോസ്ത്, വിപ്ലവകാരികളായ കൂട്ടുകാർ രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുല്ല ഖാൻ, അതുപോലെ ചന്ദ്രശേഖർ ആസാദ്, അതുപോലെ സുഖ്ദേവ് ഔർ രാജ്ഗുരു കെ നാം സബ് അഹം ഹെ. ഇവരൊക്കെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ വിപ്ലവകാരികളായ കൂട്ടുകാരായിരുന്നു. ഇൻഗ്ലാബി ദോസ്ത് ഓ കോൻ കോൻ ഹെ? രാംപ്രസാദ് ബിസ്മിൽ, അഷ്ഫാഖുല്ല ഖാൻ, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ്, അതേപോലെ തന്നെ രാജ്ഗുരു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് കേട്ടോ. ഓക്കെ, ഭഗത് സിംഗ് ഔർ ഉൻകെ സാത്തിയോനെ തെഹ്രീകെ ആസാദി മേ നയേ റൂഹ് പൂങ്ക്തി. തെഹ്രീകെ ആസാദി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ എന്തായിരുന്നു? പുതിയൊരു ജീവൻ നൽകി. ഭഗത് സിംഗും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും തെഹ്രീകെ ആസാദി, സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ അതായത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് പുതിയൊരു നഹി റൂഹ് പൂങ്ക്തി, ഒരു പുതിയൊരു ആത്മാവിനെ ജീവൻ നൽകി എന്ന് പറയാം. ഹർ ഏക് ഹിന്ദുസ്ഥാൻ കെ ദിൽ മേ ഷഹീദ് ആസം കെ നാം സെ വോ ഹമേഷ ജിന്ദാ രഹേഗെ. ഹർ ഏക് ഹിന്ദുസ്ഥാൻ കെ, ഓരോ ഇന്ത്യക്കാരുടെയും ദിൽ മേ, മനസ്സിൽ, ഷഹീദ് ആസം എന്താണ്? മഹാനായ രക്തസാക്ഷി നാം സെ എന്ന പേരിൽ, വോ ഹമേഷ, അദ്ദേഹം എപ്പോഴും ജിന്ദാ രഹേങ്കെ, ജീവിച്ചിരിക്കുന്നു. ഇനി തന്നിരിക്കുന്ന ഇഷാരകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ്? കോൻ എന്നുള്ള ഇഷാര നമുക്കറിയാം. എന്താ മക്കളെ കോൻ എന്ന് പറഞ്ഞാൽ? കോൻ എന്ന് പറഞ്ഞാൽ എന്താ? ആര് എന്നാണ് അല്ലേ. കഹാം, എവിടെ, നമുക്കറിയാം. അതേപോലെ കോൻ കോൻ, ആരെല്ലാം. കബ്, എപ്പോൾ. ക്യൂം, എന്തുകൊണ്ട്. ഇങ്ങനെ തന്നിരിക്കുന്ന ഇഷാരകൾ വെച്ചിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കാനാണ്. സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഒന്നാമത് കൊടുത്തിരിക്കുന്ന ചോദ്യം എന്താ നോക്കൂ. ഭഗത് സിംഗ് കഹാം പൈദാ ഹുയെ എന്ന ചോദ്യം നമുക്ക് സെറ്റാക്കി കൂടെ? സിമ്പിളാക്കി നമുക്ക് സെറ്റാക്കാൻ പറ്റും. ഭഗത് സിംഗ് പഞ്ചാബ് കെ ലാൽപൂർ ജില്ലാമേ, ലാൽപൂർ ജില്ലയിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ കഹാം എന്നുള്ള വേർഡ് അറിഞ്ഞു കഴിഞ്ഞാൽ ഭഗത് സിംഗ് കഹാം പൈദാ ഹുയെ, എവിടെയാണ് ജനിച്ചത്? കഹാം പൈദാ ഹുയെ. അപ്പൊ അവിടെ ആൻസർ കിട്ടി, പഞ്ചാബ് കെ ലാൽപൂർ. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം എന്താ? ഭഗത് സിംഗ് കെ വാലിദ് കാ നാം ക്യാ ഹേ. ഭഗത് സിംഗിന്റെ പിതാവിന്റെ പേരെന്താണ്? എന്താണ്? ഈ ഗണ്ണിക കൃത്യമായിട്ട് വായിക്കുന്ന കൂട്ടുകാർക്ക് ആൻസർ കിട്ടൂലേ. എന്താണ്? കിഷൻ സിംഗ്. ചോദ്യം തയ്യാറാക്കാൻ പറ്റും. വാലിദ് കാ നാം ക്യാ ഹേ, വാലിദ് കാ നാം ക്യാ ഹേ. അപ്പൊ ക്യാ എന്നുള്ള വേർഡ് നമുക്കറിയാം, എന്ത് അല്ലേ. അപ്പൊ ക്യാ വെച്ചിട്ട് നമുക്ക് ചോദ്യം തയ്യാറാക്കാൻ പറ്റും. അതേപോലെ അടുത്ത ചോദ്യം, ഭഗത് സിംഗ് കബ് പൈദാ ഹുയെ. കബ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കബ്, എപ്പോൾ. കബ് പൈദാ ഹുയെ, എപ്പോഴാണ് ജനിച്ചത്? 1907 സെപ്റ്റംബർ 28 അദ്ദേഹം ജനിച്ചത് അല്ലേ. അതുപോലെ അടുത്ത ചോദ്യമാണ്, ഭഗത് സിംഗ് കിൻ തഹ്രീക് മേ ഷാമിൽ थे. ഏത് പ്രസ്ഥാനത്തിലാണ് അദ്ദേഹം പങ്കുചേർന്നത്?
ഏത് പ്രസ്ഥാനത്തിലാണ്? തെഹ്രീക്കെ ആസാദി മേ, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും സ്വാതന്ത്ര്യ സമര യുദ്ധങ്ങളിലൊക്കെ പങ്കുചേർന്ന ഒരാളാണ് ആര്? നമ്മുടെ ഭഗത് സിംഗ് എന്നത്. അപ്പോൾ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ ഭഗത് സിംഗ് കെ ഇൻക്ലാബി ദോസ്തോ കെ നാം ലിഖിയേ, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം ഭഗത് സിംഗ് കെ ഇൻക്ലാബി ദോസ്തോം കോൻ കോൻ ഹേ, അങ്ങനെയും കൊടുക്കാട്ടോ. കോൻ കോൻ ഹേ, ആരെല്ലാം ആകുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആരൊക്കെയാണ്? ഇൻക്ലാബി ദോസ്ത് എന്താണ്? രാം പ്രസാദ് ബിസ്മിൽ, അതുപോലെ അഷ്ഫാഖുല്ല ഖാൻ, അതുപോലെ ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ്, അതേപോലെ രാജ്ഗുരു, ഇവരൊക്കെ എന്താണ്? അദ്ദേഹത്തിന്റെ ഇൻക്ലാബി ദോസ്തുകളാണ്. അപ്പൊ ഇത്തരത്തിലൊരു ഗണ്ണിക നൽകും, അതിൽ നിന്ന് ചോദ്യങ്ങൾ തയ്യാറാക്കാൻ വരാം, അല്ലെങ്കിൽ ഇത്തരത്തായ ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും, അതിന്റെ ആൻസർ കണ്ടെത്താൻ വരാം. അപ്പൊ കൃത്യമായിട്ട് ഷഹീദെ ആസം എന്നുള്ള പാഠഭാഗം കൃത്യമായിട്ട് വായിച്ചു പഠിക്കുക. ഓക്കെ, നമുക്ക് ഇനി വീണ്ടും അടുത്തൊരു ക്ലാസ്സോട് കൂടി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സബ്കോ ശുക്രിയ, ഖുദാ ഹാഫിസ്.